KGSS ടൈൽസ് വേൾഡ്, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. സ്വപ്നതുല്യമായ ഭവനത്തിന് പുതുമയാർന്ന ഡിസൈനുകളുമായി ഇപ്പോൾ മേപ്പാടത്ത് KGSS ടൈൽസ് വേൾഡ്. ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർസ്, ടാപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, LED മിറർ ക്യാബിനറ്റ്, ടൈൽസ് പേസ്റ്റ് ആൻഡ് അപ്പോക്സി തുടങ്ങി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ. KGSS ടൈൽസ് വേൾഡ്, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. ABVP പ്രവർത്തകരെ ആക്രമിച്ച SFI ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുക, ABVP പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുക്കുന്ന ചേലക്കര പോലീസിന്റെ പീഡന നടപടികളിൽ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധം ഇരമ്പി. ABVP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്കാണ് ശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ABVP ദേശീയ നിർവാഹക സമിതി അംഗം S. അക്ഷയ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി സേവനം നടത്തേണ്ട പോലീസ് നീതിയും ന്യായവും ഏതെങ്കിലും ഒരു കൊടിയുടെ കളറിന്റെ അടിസ്ഥാനത്തിലല്ല, നീതിയും ന്യായവും ഈ രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന ബോധ്യവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഭരണഘടന നമുക്കെല്ലാവർക്കും അങ്ങനെയാണ് ആ അവകാശം തരുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയന്റെ പോലീസ് ചേലക്കര സ്റ്റേഷനിലും അതുപോലെ തന്നെ ചെറുതുരുത്തി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലും കേസെടുത്തു കഴിഞ്ഞാൽ, പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കേസ് കൊടുക്കാത്ത സാഹചര്യം. ABVPയുടെ പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ആ പരാതി ഏതെങ്കിലും ഒരു ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യമാണ് ഈ ചേലക്കര പോലീസ് സ്റ്റേഷനകത്തുള്ളത്. എന്ത് ഞങ്ങൾ കൊടുക്കുന്ന പരാതിക്ക് വിലയില്ലാത്ത, ഞങ്ങൾ കൊടുക്കുന്ന പരാതിക്ക് എന്തുകൊണ്ട് വിലയില്ലെന്ന് ചോദിച്ചാൽ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കള്ളും കഞ്ചാവും അടിച്ചിരിക്കുന്ന ചില പോലീസുകാരാണ് ചേലക്കര പോലീസ് ഭരിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഭരണം മാറി, VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പോലീസാണ് കേരളം ഭരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ABVPയുടെ പ്രവർത്തകന്റെ വീടിന്റെ ഉള്ളിലേക്ക് SFIയുടെ പ്രവർത്തകർ കഞ്ചാവും കള്ളും അടിച്ചുകൊണ്ട് ABVPയുടെ പ്രവർത്തകന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. കലാലയങ്ങളിൽ അക്രമം അഴിച്ചുവിടുന്ന SFI ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ആക്രമണത്തിന് ഇരയായ ABVP പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കാനാണ് പോലീസ് ഭാവമെങ്കിൽ ശക്തമായ ജനകീയ പ്രതിരോധം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധ പരിപാടിയിൽ ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R. അശ്വതി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം യദുകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി അതുൽ TJ, സംസ്ഥാന സമിതി അംഗം അവന്തിക എന്നിവർ സംസാരിച്ചു. ABVPക്ക് അല്ലെങ്കിൽ നമുക്കിവിടേക്ക് കടന്നു വരേണ്ടി വന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവകാശപ്പെട്ട നിയമവും നീതിയും സംരക്ഷിക്കേണ്ട പോലീസ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇവിടുത്തെ ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിനോ വിടുപണി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നതായിട്ടാണ്. എനിക്ക് പറയാനുള്ളത്, ജനാധിപത്യം സംരക്ഷിക്കാനായിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നോടുന്ന പൊതുസ്ഥാപനമാണ് ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് ഇവിടുത്തെ പോലീസുകാർ മറക്കാനായിട്ട് സാധിക്കില്ല.
കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള വാർത്ത നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. കലാമണ്ഡലത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം SFI കോട്ട തകരുമെന്നായപ്പോൾ അവിടെ മത്സരിക്കാൻ നിന്ന ABP പ്രവർത്തകർക്ക് നേരെ അക്രമം അയച്ചുവിട്ടത്, ഇവിടുത്തെ ക്രമസമാധാനം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ SFIയുടെയും DYFIയുടെയും ഗുണ്ടകളാണ്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. പരിഷത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ മാർച്ച് നടത്തുകയാണ്. എന്തിന്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്? എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചേലക്കരയിലെ എല്ലാ സ്റ്റേഷനിലുള്ള സാറുമാരെയും ഞാൻ പറയുന്നില്ല. എന്നാലും SFIക്ക് വിടുപടി ചെയ്യുന്ന ചില ചെറ്റകളുണ്ട് ഇവിടെ. കേരള കലാമണ്ഡലത്തിലെ ഇലക്ഷൻ നടന്നപ്പോൾ അവിടുത്തെ ചെങ്കോട്ട ഇടിച്ച് തകർത്തുകൊണ്ട് മുന്നേറുന്ന ABP പ്രവർത്തകർക്ക് നേരെ ഇരച്ചു കയറി ആളിളകി വന്ന ആ പട്ടിക്കൂട്ടങ്ങൾ ABP പ്രവർത്തകരെ അക്രമങ്ങൾ അയച്ചുവിടായിരുന്നു. അതിനെതിരെ ഒരു കേസ് കൊടുത്തിട്ട് കേസെടുക്കാനായിട്ട് ചെറുത്തുരുത്തി സ്റ്റേഷനിലെ പോലീസുകാർക്ക് പറ്റിയില്ല. ഇവിടെ വീണ്ടും അത് തുടർന്ന് വന്ന് ഇവിടെ കള്ളും കഞ്ചാവും അടിച്ചിട്ട് നമ്മുടെ സഹപ്രവർത്തകന്റെ വീട്ടിലേക്ക് വയ്യാത്ത അച്ഛനും അമ്മയും പെങ്ങളും മാത്രമുള്ള വീട്ടിലേക്ക് ഇരച്ചു കയറി വധഭീഷണി പോലും മറ്റ് പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും അക്രമങ്ങൾ അയച്ചുവിടുമ്പോഴും അതിനെതിരെയും കേസെടുക്കാൻ പോലും ഇവിടുത്തെ പോലീസുകാർക്ക് പറ്റില്ല. എന്തെന്ന് അന്വേഷിച്ചപ്പോൾ ബീവറേജിൽ നിന്ന് ഇറങ്ങാൻ പോലും അവർക്ക് സമയമില്ല. പിന്നെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന കേസുകൾ എടുക്കാൻ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് CCV.